ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 5th ഇംഗ്ലീഷ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫോർ ഓണം എക്സാം. അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ ആണ്. റീഡ് ദ ഫോളോയിങ് പാരഗ്രാഫ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൻ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചിട്ട് അതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതുകയാണ് വേണ്ടത്. Chester Raccoon stood at the edge of the forest and cried, "I don't want to go to school," he told his mother. "I want to stay home with you. I want to play with my friends. I want to play with my toys. I want to read my books. I want to swing on my swing. Please, may I stay home with you?" Miss Raccoon took Chester by the hand and nuzzled his ear. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു പാരഗ്രാഫാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വെയർ വാസ് ചെസ്റ്റർ സ്റ്റാൻഡിങ് അല്ലേ? എവിടെയാണ് ചെസ്റ്റർ നിന്നിരുന്നത്? ചെസ്റ്റർ റാക്കൂൺ സ്റ്റുഡ് അറ്റ് ദി എഡ്ജ് ഓഫ് ദ ഫോറസ്റ്റ് അല്ലേ? അപ്പോൾ നമ്മൾ എന്തെഴുതും? ചെസ്റ്റർ വാസ് സ്റ്റാൻഡിങ് അറ്റ് ദി എഡ്ജ് ഓഫ് ദ ഫോറസ്റ്റ് എന്ന്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ചെസ്റ്റർ നോട്ട് വോണ്ട് ടു ഡു? അപ്പോൾ ചെസ്റ്ററിന് എന്താണ് ചെയ്യേണ്ടാത്തത്? ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ടു സ്കൂൾ എന്നാണ് ചെസ്റ്റർ പറയുന്നത്. നമ്മൾ എന്തെഴുതും? ചെസ്റ്റർ ഡിഡ് നോട്ട് വോണ്ട് ടു ഗോ ടു സ്കൂൾ. വൈ ഡിഡ് ചെസ്റ്റർ വോണ്ട് ടു സ്റ്റേ ഹോം? എന്തിനാണ് ചെസ്റ്ററിന് വീട്ടിൽ നിൽക്കണം എന്നൊരാഗ്രഹം വന്നത്? ഐ വോണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. ഐ വോണ്ട് ടു റീഡ് മൈ ബുക്സ്. ഐ വോണ്ട് ടു സ്വിങ് ഓൺ മൈ സ്വിങ്. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ചെസ്റ്ററിന് വീട്ടിൽ നിൽക്കേണ്ടത് അല്ലേ? അപ്പം നമ്മൾ എന്തെഴുതും? ചെസ്റ്റർ വാണ്ടഡ് ടു സ്റ്റേ ഹോം ടു പ്ലേ വിത്ത് ഹിസ് ഫ്രണ്ട്സ്, പ്ലേ വിത്ത് ഹിസ് ടോയ്സ്, റീഡ് ഹിസ് ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ഹിസ് സ്വിങ്. നാലാമത്തെ ചോദ്യം, ഹൗ ഡസ് മിസ് റാക്കൂൺ കംഫർട്ട് ചെസ്റ്റർ? അപ്പോൾ എങ്ങനെയാണ് മിസ് റാക്കൂൺ ചെസ്റ്ററിനെ സമാധാനിപ്പിച്ചത്? മിസ് റാക്കൂൺ ടുക്ക് ചെസ്റ്റർ ബൈ ദ ഹാൻഡ് ആൻഡ് നസിൽഡ് ഹിസ് ഇയർ. മിസ് റാക്കൂൺ കംഫർട്ടഡ് ചെസ്റ്റർ ബൈ ടേക്കിംഗ് ഹിസ് ഹാൻഡ് ആൻഡ് നസിലിംഗ് ഹിസ് ഇയർ. Nuzzled his ear. Fifth question, find a word from the paragraph that means to rub gently with the nose. അപ്പോൾ മൂക്ക് കൊണ്ട് പതിയെ നല്ല സ്നേഹത്തോടെ റബ്ബ് ചെയ്യുന്നതിന് എന്താണ് ഒരു വാക്ക്? നസിൽഡ് ആണല്ലേ? നസിൽഡ് ഹിസ് ഇയർ. നമ്മൾ എന്തെഴുതും? ദ വേർഡ് ഇസ് നസിൽഡ്. അടുത്ത ആക്ടിവിറ്റി, in the story The Little Train, the toys and dolls are worried because the train stops. Prepare a conversation between the toy clown and the little blue engine when they meet. അപ്പോൾ ലിറ്റിൽ ട്രെയിൻ എന്ന സ്റ്റോറിയിൽ ടോയ്സും ഡോൾസൊക്കെ ഭയങ്കര ടെൻഷനിലാവും അല്ലേ ട്രെയിനിൽ നിന്ന് പോകുമ്പോൾ. അപ്പോൾ ടോയ് ക്ലൗണും ലിറ്റിൽ ബ്ലൂ എൻജിൻ്റെയും ഇടയിലുള്ളൊരു കോൺവെർസേഷൻ അഥവാ സംഭാഷണം എഴുതാനാണ് പറയുന്നത്. നമുക്ക് എഴുതാം. ടോയ് ക്ലൗൺ, വാട്ട് ഈസ് ദ മാറ്റർ? എന്താണ് സംഭവം? എന്താണ് പ്രശ്നം? ലിറ്റിൽ ബ്ലൂ എൻജിൻ, ദ ട്രെയിൻ ഹാസ് സ്റ്റോപ്ഡ് ആൻഡ് കനോട്ട് മൂവ്. ദ ട്രെയിൻ നിന്നുപോയി, അതിന് അനങ്ങാൻ സാധിക്കുന്നില്ല. ടോയ് ക്ലൗൺ, കെൻ യു ഹെൽപ്പ് അസ് പുൾ ദ ട്രെയിൻ? അപ്പോൾ ടോയ് ക്ലൗൺ എന്താ ചോദിക്കാം? നിങ്ങൾക്ക് ട്രെയിൻ പുൾ ചെയ്യാൻ സഹായിക്കാൻ പറ്റുമോ? ലിറ്റിൽ ബ്ലൂ എൻജിൻ, ഐ വിൽ ട്രൈ ദോ ഐ എം നോട്ട് വെരി ബിഗ്. ഞാൻ ശ്രമിക്കാം, പക്ഷെ ഞാനത്ര വലുതല്ല. ടോയ് ക്ലൗൺ, വി വുഡ് ബി വെരി ഗ്രേറ്റ്ഫുൾ ഇഫ് യു കുഡ് ഹെൽപ്പ്. ഗ്രേറ്റ്ഫുൾ എന്ന് വെച്ചാൽ നന്ദി കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ സഹായിക്കാൻ പറ്റിയാൽ നമുക്ക് നല്ലപോലെ നന്ദി ഉണ്ടാവും നിങ്ങളോട്. വി വിൽ ബി താങ്ക്ഫുൾ അല്ലെങ്കിൽ ഗ്രേറ്റ്ഫുൾ. ലിറ്റിൽ ബ്ലൂ എൻജിൻ, ഐ തിങ്ക് ഐ കെൻ ഡു ഇറ്റ്. എനിക്ക് തോന്നുന്നു എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന്. ടോയ് ക്ലൗൺ, താങ്ക് യു സോ മച്ച് ഫോർ ഹെൽപ്പിംഗ് അസ്. അപ്പോൾ സഹായിച്ചതിന് നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഹെൽപ്പിംഗ് അസ്. അടുത്ത ആക്ടിവിറ്റി, പ്രിപ്പയർ എ റിഡിൽ ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ടോപ്പിക്സ്. അപ്പോൾ റിഡിൽ ഉണ്ടാക്കാനാണ് പറയുന്നത്, കടങ്കഥ. അപ്പോൾ ഒന്നാമത്തേത് സ്കൈ വെച്ചിട്ടുള്ളൊരു റിഡിൽ എന്താ? ഐ എം ബ്ലൂ ഇൻ ദ ഡേ ടൈം ആൻഡ് ഡാർക്ക് അറ്റ് നൈറ്റ്, വാട്ട് എം ഐ? രാവിലെകളിൽ എന്നെ കാണാൻ നീല നിറമാണ്, രാത്രി കറുപ്പ് നിറമാണ്, അല്ലെങ്കിൽ രാത്രി ഇരുട്ടാണ്. അപ്പം ഞാൻ എന്താണ്? ഉത്തരം സ്കൈ. അപ്പോൾ നമുക്കിതുപോലെ പല പല റിഡിൽസ് ഉണ്ടാക്കാം. ബി എന്താണ്? മൊബൈൽ ഫോൺ, ഐ റിങ് വെൻ യു കോൾ, ഐ ഹെൽപ്പ് യു ടോക്ക്. നിങ്ങളെ വിളിക്കുമ്പോൾ ഞാൻ റിങ് ചെയ്യും, നിങ്ങളെ സംസാരിക്കാനൊക്കെ ഞാൻ സഹായിക്കും. ഞാൻ എന്താണ്? മൊബൈൽ ഫോൺ. ഇനി മൂന്നാമത്തെ സി വെച്ചിട്ടുള്ളൊരു റിഡിൽ എന്തുണ്ടാക്കാം? ഐ എം വാസ്റ്റ് ഇൻ ബ്ലൂ വിത്ത് വേവ്സ് ദറ്റ് ഫ്ലോ. ഞാൻ വളരെ വലുതാണ്, ഇങ്ങനെ നീണ്ടു കിടക്കുന്നതാണ്, നീല നിറത്തിലാണ്, പിന്നെ തിരമാലകളും ഫ്ലോ ചെയ്യുന്നുണ്ട്. അതെന്താണ്? സി ആവും അല്ലേ? ഓക്കെ. ആക്ടിവിറ്റി 4, imagine you are Chester from The Kissing Hand. Write a letter to a friend describing your first day at school and how your mother's secret helped you feel better. അപ്പോൾ ചെസ്റ്റർ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതണം.
എന്താണ് ലെറ്ററിൽ പറയേണ്ടത്? സ്കൂളിലെ ഫസ്റ്റ് ഡേ എങ്ങനെയുണ്ടായിരുന്നു, പിന്നെ അമ്മയുടെ സീക്രട്ട് എങ്ങനെയാണ് നിങ്ങളെ ബെറ്ററായിട്ട് ഫീൽ ചെയ്യാൻ സഹായിച്ചത്. അപ്പോൾ നമുക്ക് ലെറ്റർ എഴുതാം. ഡിയർ ഫ്രണ്ട്, കോമ. അപ്പോൾ നമ്മൾ ഡിയർ വേണമെങ്കിൽ നമുക്ക് ഫ്രണ്ടിനൊരു പേരൊക്കെ കൊടുക്കാം. ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. നീ സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ഐ വോണ്ട് ടു ഷെയർ മൈ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ വിത്ത് യു. അപ്പോൾ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിൻ്റെ എക്സ്പീരിയൻസ് നിൻ്റെ കൂടെ ഷെയർ ചെയ്യണം. ഐ വാസ് വെരി നെർവസ് ആൻഡ് ഡെൻ വോണ്ട് ടു ലീവ് മൈ മോം. ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു, ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു, ചിന്തിതനായിരുന്നു. എനിക്ക് എൻ്റെ അമ്മയെ വിട്ടു പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ബട്ട് ഷീ ഷെയർഡ് എ സ്പെഷ്യൽ സീക്രട്ട് വിത്ത് മീ കോൾഡ് ദ കിസ്സിങ് ഹാൻഡ്. പക്ഷേ അമ്മ എൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സീക്രട്ട്, ഒരു രഹസ്യം എൻ്റെ കൂടെ ഷെയർ ചെയ്തു. ആ സീക്രട്ട് എന്താണ്? കിസ്സിങ് ഹാൻഡാണ് ആ ഒരു സീക്രട്ട്. ഷീ കിസ്ഡ് മൈ പാം ആൻഡ് ടോൾഡ് മീ ദാറ്റ് വെൻ എവർ ഐ ഫീൽ ലോൺലി ഐ ക്യാൻ പ്രസ് മൈ ഹാൻഡ് ടു മൈ ചീക്ക് ആൻഡ് ഐ വിൽ ഫീൽ ഹർ ലവ്. അമ്മ എൻ്റെ പാം, ഉള്ളംകൈ കിസ് ചെയ്തതിന് ശേഷം എന്താ പറഞ്ഞത്? നിനക്ക് ഒറ്റപ്പെട്ടതായി ഫീൽ ചെയ്യുമ്പോഴൊക്കെ ഈ ഉള്ളംകൈ നിൻ്റെ ചീക്സിൻ്റെ അടുത്തോട്ട് വയ്ക്കുക, അപ്പോൾ നിനക്ക് എൻ്റെ സ്നേഹം ഫീൽ ചെയ്യാൻ പറ്റുന്നു. ദിസ് മെയ്ഡ് മീ ഫീൽ മച്ച് ബെറ്റർ. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ബെറ്ററായിട്ട് ഫീൽ ചെയ്തു. ആൻഡ് ഐ വാസ് ഏബിൾ ടു എൻജോയ് മൈ ഡേ അറ്റ് സ്കൂൾ. അതിനുശേഷം എനിക്ക് എൻ്റെ സ്കൂളിലെ ഫസ്റ്റ് ഡേ നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റി. ഐ ഈവൻ മെയ്ഡ് ന്യൂ ഫ്രണ്ട്സ്. ഞാൻ പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കി. യോഴ്സ് ട്രൂലി ചെസ്റ്റർ, അല്ലെങ്കിൽ വിത്ത് ലവ് ചെസ്റ്റർ, അങ്ങനെ നമുക്ക് എഴുതാം. അടുത്ത ആക്ടിവിറ്റിയാണ്. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് കെയർഫുള്ളി. ദെർ ആർ എറേഴ്സ് ഇൻ ദം, ഐഡൻറ്റിഫൈ ആൻഡ് കറക്റ്റ് ദം. അപ്പോൾ സെൻറ്റൻസസിൽ കുറച്ച് തെറ്റുകളുണ്ട്, അത് കണ്ടുപിടിച്ച് ശരിയാക്കി എഴുതുക. ഒന്നാമത്തേത് എന്താ? ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ട്രൈഡ് ടു ഹെൽപ്പ് ദ ട്രെയിൻ. ഇവിടെ എന്താണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്? ട്രൈഡിൻ്റെ സ്പെല്ലിംഗ് TRYED ആണോ? അല്ല അല്ലേ, TRIED ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്പെല്ലിംഗ് മാറ്റി എഴുതണം. അതാണ് ഫസ്റ്റ് എറർ. രണ്ടാമത്തേത്, ഓൺ എ വെരി റെയിനി ഡേയ്സ് വി സ്റ്റേ ഹോം. ഓൺ എ വെരി റെയിനി ഡേയ്സ് എന്ന് പറയുമോ? എന്ന് പറയുമ്പോൾ ഒന്ന് എന്നല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൺ എ റെയിനി ഡേ എന്നാണെങ്കിൽ ഒരു മഴ ഉള്ള ദിവസം. അപ്പോൾ ഓൺ എ വെരി റെയിനി ഡേയ്സ് എന്ന് പറയണോ? ഡേയ്സ് ആകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യില്ല അല്ലേ. കുറേ ഉണ്ടെങ്കിൽ എ ബോയ്സ് എന്ന് പറയുമോ? ഇല്ല അല്ലേ. ഒറ്റ ഒന്നാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. അപ്പം ഓൺ വെരി റെയിനി ഡേയ്സ് വി സ്റ്റേ അറ്റ് ഹോം. മൂന്നാമത്തേത് എന്താണ്? ചെസ്റ്റർ ആൻഡ് ഹീസ് ഫ്രണ്ട്സ് ഗോ ടു സ്കൂൾ ടുഗെദർ. ഹീസോ? HES ആണോ? ഹീസ് അല്ലല്ലോ. എന്താണ്? HIS, ഹിസ്. വീണ്ടും എന്താണ്? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഫോർത്ത് വൺ, മിസ് റാക്കൂൺ കിസ്ഡ് ഹീസ് ഹാൻഡ് ബിഫോർ സെൻഡിങ് ഹിം ഹിസ് ഹോം. ഹീസ് ആണോ? വീണ്ടും എന്താണ്? കിസ്ഡ്. ഹിസ് ആണ്. HIS ആണ്. HESO, HE''SO ഒന്നും അല്ല. അഞ്ചാമത്തെ എന്താ? ദ ബോയ്സ് ആൻഡ് ഗേൾസ് വാസ് ഹാപ്പി ടു സീ ദ ടോയ്സ്. ബോയ്സ് ആൻഡ് ഗേൾസ് പ്ലൂറൽ വരുമ്പോൾ സിംഗുലറായ വാസാണോ വരിക? വേറാണ് വരിക അല്ലേ. പ്ലൂറൽ വരുമ്പോൾ എന്താണ് വരിക? വേറാണ് വരിക. ദ ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ ഹാപ്പി ടു സീ ദ ടോയ്സ്. ആക്ടിവിറ്റി 6 എന്താണ്? ഡിസ്ക്രൈബ് വാട്ട് ചെസ്റ്റർ റാക്കൂൺ മൈറ്റ് സീ ആൻഡ് ഫീൽ വെൻ ഹി ഫസ്റ്റ് എൻറ്റേഴ്സ് ഹിസ് സ്കൂൾ. യൂസ് യുവർ ഇമാജിനേഷൻ ടു ഡീറ്റെയിൽ ഹിസ് തോട്ട്സ് ആൻഡ് ഇമോഷൻസ്. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മുടെ ചെസ്റ്റർ റാക്കൂൺ സ്കൂളിലെത്തുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? നിങ്ങളുടെ ഇമാജിനേഷനൊക്കെ യൂസ് ചെയ്തിട്ട് ചെസ്റ്ററിൻ്റെ തോട്ട്സും ഇമോഷൻസൊക്കെ എഴുതുക. വെൻ ചെസ്റ്റർ ഫസ്റ്റ് എൻറ്റേഴ്സ് ഹിസ് സ്കൂൾ ഹി ഫീൽസ് ബോത്ത് നെർവസ് ആൻഡ് ക്യൂരിയസ്. അപ്പം നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും, പിന്നെ നമുക്ക് ഭയങ്കര കൗതുകം ഉണ്ടാവും അല്ലെ, ക്യൂരിയോസിറ്റി ഉണ്ടാവും. ദ ഹോൾവേ ഈസ് ബിഗ് ആൻഡ് ഫുൾ ഓഫ് ന്യൂ ഫേസസ്. ഹോൾവേ എന്ന് വെച്ചാൽ ഒരു വരാന്ത, സ്കൂളിലുണ്ടാകുന്ന വരാന്ത നിറയെ പുതിയ പുതിയ മുഖങ്ങളാണ്. ഹി നോട്ടീസസ് കളർഫുൾ പോസ്റ്റേഴ്സ് ഓൺ ദ വാൾസ് ആൻഡ് ഹിയേഴ്സ് ദ ചാറ്റർ ഓഫ് ചിൽഡ്രൻ. അപ്പോൾ സ്കൂളിൽ പുതിയ കുട്ടികളെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള പോസ്റ്ററൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ ചാറ്റർ, ഇങ്ങനെ കലപില സംസാരം കേൾക്കാം. ഹിസ് ഹാർട്ട് ബീറ്റ്സ് ഫാസ്റ്റ്. അവൻ്റെ ഹൃദയം ഇങ്ങനെ പെട്ടെന്ന് ഇടിക്കുകയാണ്. ബട്ട് ഹി റിമെമ്പേഴ്സ് ഹിസ് മദേഴ്സ് കിസ്. പക്ഷേ അവൻ്റെ അമ്മ കൊടുത്ത ഉമ്മ ഓർമ്മ വരും. ദിസ് മേക്സ് ഹിം ഫീൽ എ ബിറ്റ് ബെറ്റർ. അത് ആലോചിച്ചപ്പോൾ അവന് കുറച്ച് ബെറ്ററായിട്ട് ഫീൽ ചെയ്തു. ആൻഡ് ഹീ സ്റ്റാർട്ട്സ് ടു ലുക്ക് അറൗണ്ട് വിത്ത് ഇൻട്രസ്റ്റ്. പിന്നെ അവൻ ചുറ്റും നല്ല ഇൻട്രസ്റ്റോടെ, കൗതുകത്തോടെ, ആകാംക്ഷയോടെ നോക്കാൻ തുടങ്ങി. തിങ്കിങ് അബൌട്ട് ഓൾ ദ ന്യൂ ഫ്രണ്ട്സ് ഹി മൈറ്റ് മേക്ക്. എന്താണ് ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ ആലോചിക്കുന്നത്? എനിക്ക് കുറേ പുതിയ ഫ്രണ്ട്സിനെ കിട്ടും എന്നൊക്കെ വെച്ചിട്ടാണ് അവൻ ചുറ്റും നോക്കുന്നത്. അപ്പോൾ ഇതൊരു സാമ്പിൾ മാത്രമാണ്. ഇതിൻ്റെ കൂടെ കൂട്ടി എഴുതുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീലിങ്സ് ഒക്കെ എഴുതാം. ഓക്കെ. അടുത്തത് Activity 7. In the story, the little blue engine says, I think I can create an inspirational poster using this phrase. Your poster should include drawings and a motivational message to encourage others. അപ്പോൾ ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറയുന്നത്. ലിറ്റിൽ ബ്ലൂ എൻജിൻ ഉണ്ടാവണം. അത് I can എന്ന് പറയണം. അപ്പോൾ നമുക്ക് on the poster write I think I can in big bold letters. Draw a picture of the little blue engine pulling the train up
Steep hill with a determined expression. Below the drawing, add a message like believe in yourself and you can achieve anything. അപ്പോൾ ഇത് നിർബന്ധമില്ല, പക്ഷെ നമുക്ക് ആഡ് ചെയ്യാം. താഴെ ഞാൻ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഐ തിങ്ക് ഐ കെൻ ആൻഡ് യു ക്യാൻ അച്ചീവ് എനിത്തിങ്. ഒരു ലിറ്റിൽ ബ്ലൂ എൻജിൻ്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട്. ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് യു എന്താണ്? ആൻഡ് യു ക്യാൻ അച്ചീവ് എനിത്തിങ് അല്ലേ? അപ്പോൾ ഇങ്ങനൊരു പോസ്റ്ററും ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും നല്ലപോലെ പഠിക്കുക. എക്സാംസിന് ഓൾ ദി ബെസ്റ്റ്. ബൈ.